അറിയാ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നുണ്ട്, രണ്ടാൾക്കും അറിയാം. അപ്പൊ നമ്മൾ ചെറിയ പെട്രോൾ ചലഞ്ച് ഉണ്ട്. അതായത് 5 ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങോട്ട് ചോദിക്കും. 5 ക്വസ്റ്റിന് 1 ആൻസർ പറയുന്നതാണ് 100 രൂപയുടെ പെട്രോൾ, അങ്ങനെ 5 പറയുന്നതാണ് 500. അതുപോലെ നമ്മളെ ഇൻസ്റ്റാ, ഫേസ്ബുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോണസ് ആയിട്ട് 100 രൂപയുടെ പെട്രോൾ. ഓക്കെ, സാധാരണ നമ്മുടെ ജീവിത ശൈലി നടക്കുന്ന പിന്നെ ക്വസ്റ്റ്യൻ ആൻസറാ. ഓക്കെ, പറയാം, ചോദിക്കാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മധുരമുള്ള ഫ്രൂട്ട്സ്? അല്ല, റോങ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവി? വളരെ കരുത്. ഒരേ ആൻസർ ശരിയായിട്ടുണ്ട്. അപ്പൊ 100. അതുപോലെ ഏതൊരു നോട്ടിന്റെ അകത്തും ഇത്ര ഭാഷയിൽ പിന്നെ അതിന്റെ പേര് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ 100ന്റെ ആണെങ്കിൽ 100ന്റെ ഇത്ര പ്രാവശ്യം ഓരോ ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. എത്ര ഭാഷയിലായിരിക്കും ആ നോട്ടിന്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവും? എല്ലാ നോട്ടിലും ഉണ്ടാവും. അല്ല, റോങ്. അതുപോലെ ദേശാടന പക്ഷികൾ, പുറത്തുനിന്ന് വരുന്ന പക്ഷികളില്ലേ, അത് പറക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ട്. കൂട്ടം കൂട്ടായിട്ട് പറക്കുമ്പോൾ ഒരു സ്റ്റൈലിലാണ് പറക്കുക. അതേത് സ്റ്റൈലിലായിരിക്കും പറക്കുക? അറിയില്ല. ചാനൽ ഏതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബോണസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കാണിക്കാൻ പറ്റുമോ? ആരും ഒരാളെ കാണിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇൻസ്റ്റാ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബോണസ് ആയിട്ട് 100 കൂടി, അങ്ങനെ ടോട്ടൽ 200 രൂപ നമുക്ക് പെട്രോളിന് കൊടുക്കാം. ഓക്കെ, താങ്ക് യു. അതുപോലെ ബാക്കിയുള്ള ആൾക്കാരോടും കൂടി നമ്മൾ ചാനൽ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പറയാം. ഓക്കെ, റെഡി? താങ്ക് യു. പെട്രോൾ അടിക്കാനല്ലേ ഒരു ചലഞ്ചിൽ പങ്കെടുക്കുന്നതാണെങ്കിൽ 500 രൂപന്റെ പെട്രോൾ ഉണ്ട്. 5 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കൂ. 5ന് കറക്റ്റായിട്ട് ആൻസർ പറയുന്നതാണ് ഓരോന്നിന് 100 രൂപയായിട്ട്. അതുകൂടാണ്ട് നമ്മുടെ ചാനൽ ഏതെങ്കിലും ഒന്ന് ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോണസ് ആയിട്ട് 100 രൂപന്റെ പെട്രോൾ എക്സ്ട്രാ ഉണ്ടാവും. ഓക്കെ ആണോ? നമുക്ക് അങ്ങോട്ട് വെക്കാം. ഗൈസ്, അവിടെ ഭയങ്കര വെയിൽ, അതുകൊണ്ട് നമ്മൾ വെയിൽ പറയാൻ വേണ്ടി കുറച്ചിങ്ങോട്ട് മാറ്റി നിൽക്കുന്നുണ്ട് വണ്ടി. ഫസ്റ്റ് ചോദ്യം ചോദിക്കാം അല്ലേ. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവി? പെട്ടെന്ന് പറയണം. അല്ല, റോങ് ആൻസർ. അടുത്ത ലോകത്തിൽ ഏറ്റവും മധുരമുള്ള ഫ്രൂട്ട്സ്? അല്ല, തെറ്റ്. അടുത്ത ചോദ്യം, നമ്മള് ഏതൊരു നോട്ടിന്റെ അകത്തും ഇത്ര ഭാഷയിൽ പിന്നെ ആ ഒരു രൂപന്റെ പേര് എഴുതിണ്ടാവും. അപ്പൊ 10ന്റെ ആണെങ്കിൽ 10. അത് എത്ര ഭാഷ എഴുതിയിട്ടുണ്ടാവും? 2. അല്ല, തെറ്റ്. നമ്മള് പുറത്തുനിന്ന് വരുന്ന പക്ഷികളല്ലേ, ദേശാടന പക്ഷികൾ എന്ന് പറയുന്നത്, ആ പക്ഷികൾ പറക്കുന്ന ഒരു രീതിയുണ്ട്. ഏത് ഷേപ്പിലാ പറക്കുന്നത്? അല്ല, അങ്ങനെയല്ല, ഒരു ഷേപ്പിലാ അത് പറക്കുക. തെറ്റ്. അപ്പോ സോറി, 5 ചോദ്യം ചോദിച്ചാൽ 5 എന്താക്കിയില്ല, തെറ്റാ പറഞ്ഞത്. ഇനിയിപ്പോ നമ്മളെ ഏതെങ്കിലും ഒരു പിന്നെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോണസ് ആയിട്ട് 100 രൂപ ഉണ്ടാവും. അത് നോക്ക്. നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബോണസ് ആയിട്ട് നമുക്ക് 100 രൂപ കൊടുക്കാം കേട്ടാ. 100 രൂപേന്റെ പെട്രോൾ കൊടുക്കാം. ഓക്കെ, വാ. അപ്പൊ നമ്മൾ ചലഞ്ചിൽ പങ്കെടുത്തതിന് ഒരുപാട് സന്തോഷം. എല്ലാവരോടും ഫോളോ ചെയ്യാൻ വേണ്ടി പറയാം. ഇനി അടുത്ത നമ്മളുടെ വരുമ്പോൾ വെറുതെ പെട്രോൾ നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അപ്പൊ നമ്മൾ അറിയോ, കണ്ടിട്ടുണ്ടാ? ഏത് പേരറിയാം? കടത്തനാട് ഫാമിലി എന്ന് പറയുന്ന ചാനൽ കേട്ടാ. അപ്പോൾ നമ്മൾ പെട്രോൾ ചലഞ്ച് 5 ക്വസ്റ്റ്യൻ ചോദിക്കും. 5 ക്വസ്റ്റിന് കറക്റ്റ് ആൻസർ പറയുന്നതാണെങ്കിൽ 500. ഇനി ഒന്നാണേ പറയുന്നെങ്കിൽ 100. ഇനി അതല്ല നമ്മളെ ചാനൽ ഏതെങ്കിലും ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, യൂട്യൂബിൽ ഏതെങ്കിലും ഒന്ന് പിന്നെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 രൂപ ബോണസ് ആയിട്ട്, ടോട്ടലായിട്ട് 600 രൂപ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അതായാലും ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവി? ജീവി സിമ്പിള്. വളരെ കറക്റ്റ്. ശരി. അതുപോലെ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള ഫ്രൂട്ട്സ്? അധികം ടൈം എടുക്കല്ല, ടൈം എടുത്തു കഴിഞ്ഞാല് അല്ല, റോങ് ആൻസർ. അതുപോലെ നമ്മളിപ്പോ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് പൊന്നിന് ഡെയിലി വില കൂടുന്നത്. അപ്പൊ എവിടെ നിന്നാണ് ഇത് വില കൂടുന്നതായിട്ട് തീരുമാനിക്കുന്നത്? ഏത് നഗരത്തിനാ? അല്ല, സോറി. പിന്നെ നമ്മളിപ്പോ ഏതൊരു നോട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ 100 ആയിക്കോട്ടെ, 200 ആയിക്കോട്ടെ, ഏതൊരു നോട്ട് എടുക്കുകയാണെങ്കിലും ആ ഒരു നോട്ടിന്റെ അകത്ത് 100 രൂപ ഇത്ര പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ടാവും ഓരോ ഭാഷയിൽ. അപ്പൊ എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ടാവും? എത്ര ഭാഷയിൽ എഴുതിയിട്ടുണ്ടാവും? അല്ല, സോറി. ഇനിയിപ്പോ 5 ക്വസ്റ്റ്യൻ ആയി. അപ്പൊ നമ്മൾ ഏതെങ്കിലും ചാനൽ ഫോളോ ചെയ്യോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കി ഒന്ന് കടത്തനാട് ജസ്റ്റ് നോക്കി ഫോളോ ചെയ്ച്ചാൽ അതുപോലെ കൂട്ടുകാരോട് മറ്റോടെല്ലാം ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞോ. അപ്പോൾ ഒരേ ആൻസർ പറഞ്ഞതിനുള്ള ഓക്കെ, കാണാം.